മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കളങ്കാവലിന്റെ ട്രെയിലർ പുറത്ത്. നവംബർ 27-നാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം വേഫ്രൽ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമാണ്. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴെന്നറിയോ? സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ വേടന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ. വേടന്റെ വരികളിൽ കവിതയുണ്ടെന്നും വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കാതെ എഴുത്തിന് പുരസ്കാരം നൽകിയത് ശരിയായ തീരുമാനമാണെന്നും കൈതപ്രം പറഞ്ഞു. ജയിലിൽ കിടന്ന ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തടസ്സമില്ലാത്ത നാട്ടിൽ വേടന് പുരസ്കാരം നൽകിയതിൽ ചർച്ച നടക്കുന്നത് എന്നതാണ് കൗതുകമെന്നും കൈതപ്രം പറഞ്ഞു. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ കുതന്ത്രം എന്ന ഗാനത്തിന്റെ രചനയ്ക്കാണ് വേടന് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരം വേടന് നൽകിയതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നിരുന്നു. പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ റെക്കോർഡുകൾ വാരിക്കൂട്ടിയിരിക്കുകയാണ് ആന്റണി വർഗീസ് പെപ്പെ നായകനാകുന്ന കാട്ടാളൻ എന്ന ചിത്രം. ഇന്ത്യക്ക് പുറത്ത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തുകയ്ക്കാണ് കാട്ടാളന്റെ വിതരണ അവകാശം വിറ്റുപോയിരിക്കുന്നത്. ഫാസ്റ്റ് ഫിലിംസ് ആണ് ഇന്ത്യക്ക് പുറത്ത് ചിത്രത്തിന്റെ വിതരണ അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഷരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രമാണ് കാട്ടാളൻ. നവാഗതനായ പോൾ ജോർജാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഹെവൻ മരിയ മൂവീസിന്റെ ബാനറിൽ കവിത സലൂഷ്, അൻഷാദ് മൊയ്തീൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ഇരുവരവിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു. സലൂഷ് വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഷൈസ് ശങ്കർ, ഏഞ്ചൽ അനിൽ, നസീർ സംക്രാന്തി, ഗായത്രി നമ്പ്യാർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഉമേഷ് ഒറ്റയ്ക്കൽ, സലൂഷ് വർഗീസ് എന്നിവർ തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ ശിവ കൃഷ്ണയാണ് ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്.